നമസ്കാരം. യുവഭാരത് ടി വിയിലേക്ക് സ്വാഗതം. ബി ഡി ജെ എസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ചേലക്കര SNDP ഓഫീസിൽ ഇന്ന് നടന്ന ബി ഡി ജെ എസിൻ്റെ ചേലക്കര മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് ശ്രീ ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ ജയൻ വരവൂർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. പുതിയ മണ്ഡലം പ്രസിഡൻ്റായി ശ്രീ ധർമ്മപാലനെയും മണ്ഡലം ജനറൽ സെക്രട്ടറിയായി ശ്രീ പ്രഭാകരൻ മാഞ്ചാടിയെയും മണ്ഡലം ട്രഷററായി വി ഗോപാലനെയും 15-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. NDA സ്ഥാനാർത്ഥി ശ്രീ K ബാലകൃഷ്ണൻ്റെ വമ്പിച്ച വിജയത്തിനു വേണ്ടി 100 കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ മണ്ഡലം കൺവെൻഷനും ഒക്കെ നടത്തുന്നതിന് വേണ്ടി പാർട്ടി തീരുമാനം. ശേഷം വൈസ് പ്രസിഡന്റ് ശ്രീ സ്വാമിനാഥൻ യോഗത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ പേര് ധർമ്മപാലൻ, മുള്ളൂർക്കര വീട്, ചേലക്കര BDJSൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് ഏകദേശം 2 വർഷത്തോളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണനെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ക്രിയാത്മകമായിട്ടുള്ള സംഗതികളും ചെയ്തു കൊടുക്കാൻ BDJS തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളതിൻ്റെ പുനഃസംഘടന, മണ്ഡലം കമ്മിറ്റിയുടെ പുനഃസംഘടന ഉണ്ടായി. എല്ലാ പഞ്ചായത്തുകളിലുള്ള പ്രതിനിധികളുണ്ടായി. നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും കമ്മിറ്റികളും നമുക്ക് നിലവിലുണ്ട്. വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വോട്ട് വിഹിതമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ പ്രയോജനം ഇവിടുത്തെ ജനങ്ങൾക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു ചരിത്ര വിജയം ചേലക്കരയിൽ നിന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തികളിലും സജീവ സാന്നിധ്യം നമ്മുടെ ഉണ്ടാവും എന്നിവിടെ ഉറപ്പു നൽകുകയാണ്. നമ്മുടെ ശാഖാതലങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ 100 കുടുംബയോഗങ്ങൾ നടത്താനും വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതി BDJSൻ്റെ ഗംഭീര കൺവെൻഷൻ നടത്താനും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം കൂട്ടത്തോടു കൂടിയുള്ള സഹകരണ കാര്യത്തിലുണ്ടാവും. മാത്രമല്ല, നാളിതുവരെ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികളുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ BDJSൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ ഉണ്ടായതിനേക്കാൾ ഊർജ്ജസ്വലമായി വളരെ നല്ല രീതിയിൽ വരും കാലങ്ങളിലും ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി വ്യക്തമായി പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പു നൽകുകയാണ്. നമസ്കാരം. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K ബാലകൃഷ്ണന് ശക്തമായ പിന്തുണ BDJSൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒരു ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണനെ വിജയിപ്പിക്കാനും ഇന്ന് ചേർന്ന BDJS യോഗം തീരുമാനിക്കുകയും കുടുംബയോഗങ്ങളിലൂടെ ഇവിടുത്തെ ജനവിഭാഗത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ നാട് ഭരിച്ച ഭരണ സർക്കാരിൻ്റെ പരാജയങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് NDAനെ വിജയിപ്പിക്കാനും ബാലകൃഷ്ണനെ മഹാഭൂരിപക്ഷത്തോടുകൂടി